ഭക്ഷണവും മരുന്നും ഇന്ധനവുമില്ലാതെ ഗസ, മുലപ്പാല് വറ്റി ഉമ്മമാർ, മരണത്തിനു കീഴടങ്ങി കുഞ്ഞുങ്ങൾ. ഒരു ജീവനാണ് എന്ന ഒരു പരിഗണന പോലും നൽകാതെ ക്രൂരമായ കൊലപാതകങ്ങളാണ് ബോംബിങ്ങിലൂടെ ഇസ്രായേൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം UNOയുടെ രക്ഷാസമിതിയിൽ അടിയന്തരമായ വെടിനിർത്തൽ വേണമെന്നും കൂട്ട ഡിവാസ്റ്റേഷൻ നടക്കുകയാണെന്നും പറഞ്ഞ് UNOയിൽ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അമേരിക്ക അതിനെ വീറ്റോ ചെയ്തു. വീണ്ടും ഇസ്രായേലിന് ഈ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വഴി തുറന്നു കൊടുത്തു. 70 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം അവിടെ രൂപീകൃതമായത് മുതൽ ഫലസ്തീനികൾ സഹിക്കാൻ തുടങ്ങിയ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളുമാണിത്. ചെറിയൊരു പ്രദേശമായിരുന്ന ഇസ്രായേൽ ഇന്ന് കാണുന്ന വലിയ പ്രദേശമായി മാറിയത്. ഓരോ ദിവസവും എന്നോണം ഫലസ്തീനികളുടെ കൃഷിയിടങ്ങളും അവരുടെ വീടുകളുമൊക്കെ കയ്യേറി അതിന് ഗവൺമെൻറ് ഒത്താശ ചെയ്തു കൊടുത്തു. കഴിഞ്ഞ ദിവസവും 22ഓളം നിർമ്മാണങ്ങൾക്കാണ് ഇസ്രായേൽ ഗവൺമെൻറ് ഔദ്യോഗികമായി അംഗീകാരം കൊടുത്തിട്ടുള്ളത്. ഫലസ്തീനികളുടെ മണ്ണിങ്ങനെ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക. 22 ലക്ഷത്തോളം വരുന്ന ഗസയിലെ ആളുകളെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കിയാലാണ് ആ പ്രദേശം മുഴുവനും തൻ്റെ കീഴിലേക്ക് വരിക എന്ന് സ്വപ്നം കണ്ടിട്ടാണ് ഈ ക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്നത്. എല്ലാവരെയും ഒറ്റയടിക്കങ്ങ് കൊന്നുകളഞ്ഞാൽ ലോകം എന്ത് പറയുമെന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് ദിവസങ്ങളെടുത്താണെങ്കിലും 100ഉം 200ഉം 300ഉം ആളുകളെ വെച്ചിട്ട് ഓരോ ദിവസവും കൊന്നുകളയുകയാണ്. ഇന്നലെയും 94 ആളുകളെയാണ് മൃഗീയമായി കൊന്നിട്ടുള്ളത്. 100 ആളുകളെയൊക്കെ കൊന്നുകളഞ്ഞാൽ അവിടെ പരിക്കേറ്റവർ ആയിരക്കണക്കിനായിരിക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ്. 94% വരുന്ന ഹോസ്പിറ്റലുകളും അവർ ബോംബിട്ട് നശിപ്പിച്ചു കളഞ്ഞു. മരുന്നില്ല, വെള്ളമില്ല, ഭക്ഷണങ്ങളില്ല. എങ്ങനെയാണ് ഒരു സമൂഹം ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നത്? UNO കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എല്ലാവരും വിശന്നു നിൽക്കുന്ന ഒരു പ്രദേശമുണ്ടെങ്കിൽ അത് ഗസയാണ് എന്ന്. കഴിഞ്ഞ കാലത്തെ ഗസയെ നിങ്ങൾ കാണണം, എത്ര മനോഹരമാണിത്. എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കോടീശ്വരന്മാർ വരെ അവരിൽ ജീവിച്ചിരുന്നു. ഇന്ന് അവരൊക്കെ ഒരു റൊട്ടിക്ക് വേണ്ടി തിരക്ക് കൂടുകയാണ്. എത്രയോ ഫ്ലാറ്റിൻ്റെ ഉടമകൾ, കാറുകളും ബസ്സുകളും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളുമൊക്കെ സ്വന്തമായി ഉണ്ടായിരുന്നവർ, ഉർഫത്തുൽ മുക്കയ്യഫ എന്ന് പറയുന്ന AC യുള്ള റൂമിൽ മാത്രം ഉറങ്ങിയിരുന്നവർ എല്ലാം നഷ്ടപ്പെട്ടുപോയി. ഇന്ന് ഇസ്രായേലിൻ്റെ വൻ മോഷണമാണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഗോൾഡുകളും അവിടെയുള്ള ഡോളറുകളും അവിടെയുള്ള പ്രീഷ്യസ് ആയ വസ്തുക്കളുമൊക്കെ വാഹനത്തിൽ വന്ന് ലോഡ് കണക്കിനായി കൊണ്ടുപോവുകയാണ്. ഇസ്രായേൽ സിയോണിസം എന്നത് ഈക്വൽ ടു ടെററിസം എന്ന് പറയാൻ പറ്റുന്ന വിധത്തിൽ മാറിയിരിക്കുകയാണ്.